ഇന്നത്തെ ടോപ്പിക് ഭൂമിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് എഴുതിയെടുക്കണം. നമ്മൾ പറയുന്ന ഓരോ പോയിന്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന പോയിന്റുകൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലാത്ത പോയിന്റ് ഞാൻ അങ്ങനെ തന്നെ എന്ത് ചെയ്യും, നിങ്ങളോട് പറയും ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കി വെക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പോയിന്റ് നോട്ട് ചെയ്തെടുക്കുക. ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് പ്രത്യേകം നിങ്ങൾ സ്റ്റാർ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഓക്കെ, പ്രീവിയസ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പ്രത്യേകം മെൻഷൻ ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഭൂമി എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. ഓക്കെ, ഭൂമി, എർത്ത്. നിങ്ങൾ ടൈറ്റിൽ കൊടുത്തോളൂ, ഭൂമി അഥവാ എർത്ത്. നമുക്ക് നോക്കാം എന്താണ് ഭൂമി. ഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മള് ജീവിക്കുന്ന സൗരയൂഥം, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഗാലക്സി ഏതാണെന്ന് പറയോ? നമ്മുടെ ഗാലക്സി ഏതാണ്? നമ്മൾ ജീവിക്കുന്ന ഗാലക്സി ഏതാണ്? ഒന്ന് പറയൂ. നമ്മൾ ജീവിക്കുന്ന ഗാലക്സി ഏതാണ്? അറിയില്ലേ? നമ്മൾ ജീവിക്കുന്ന ഗാലക്സി എർത്താണോ? യെസ്, മിൽക്കി വേ ആണ്. മിൽക്കി വേ ആണ് നമ്മള് ഗാലക്സി എന്ന് പറയുന്നത്, അഥവാ ആകാശഗംഗ എന്ന് പറയും. ആകാശഗംഗയിലെ അനന്തകോടി ഗോളങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഭൂമി എന്ന് പറഞ്ഞാൽ സൂര്യനെ വലയം വെക്കുന്ന 8 ഗ്രഹങ്ങളിലൊന്നാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗാലക്സി ആകാശഗംഗയാണ്, മിൽക്കി വേ ആണ്. അതൊക്കെ നമ്മൾ ബേസിക്കലി അറിയണം. അതൊന്നും കേട്ടിട്ട് ചോദിക്കൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞാൽ സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളിൽ ഒന്നാണ് എന്ത്, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. അങ്ങനെ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ എത്രാമത്തെ സ്ഥാനമാണ് ഭൂമിക്ക്? എത്രാമത്തെ ഗ്രഹമാണ് ഭൂമി? 3-ാമത്തെ ഗ്രഹമാണ് ഭൂമി. ഇതിന്റെ ഓർഡർ എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. നമ്മൾ സൗരയൂഥം എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളുടെ എണ്ണം 8 ആണ്. 8 ഗ്രഹങ്ങളാണ് സൂര്യനെ ചുറ്റുന്നത്. ആ 8-ാമത്തതിൽ 8 എണ്ണത്തിൽ 3-ാമതായി വരുന്ന ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളിൽ 3-ാമതായി വരുന്ന ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്, നമ്മുടെ ഭൂമി. ഓക്കെ, ഇനി ഭൂമി ഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ 8 ഗ്രഹങ്ങൾ. അതിൽ വലുപ്പത്തില് ഭൂമിയുടെ സ്ഥാനം എത്രയാ? വലുപ്പത്തില് ഭൂമിയുടെ സ്ഥാനം എത്രയാ? 5-ാം സ്ഥാനമാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തോ. വലുപ്പത്തിൽ 5-ാം സ്ഥാനമാണ് ആർക്കുള്ളത്? ഭൂമിക്ക്. സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ 5-ാം സ്ഥാനമാണ് ഭൂമി വരുന്നത്. സ്ഥാനം കൊണ്ട് 3-ാമതാണ് ഭൂമി വരുന്നത്. ഓക്കെ, എന്നാൽ ഞാൻ കണക്റ്റീവ് ആയിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. കാറ്ററ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. ഏറ്റവും വലിയ ഗ്രഹം ഏതാ? സൂര്യനെ വലയം വെക്കുന്ന 8 ഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? നമ്മള് ഓരോ ഭാഗം എടുക്കുമ്പോഴും അതിനെ കണക്ട് ചെയ്തിട്ട് ഈ രീതിയിൽ ചെറിയ ചെറിയ കണക്റ്റീവ് ഫാക്ടറുകളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഉത്തരം ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു ഉത്തരം അറിയാനും, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം കമന്റ് ആയിട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. കാരണം എന്താ അറിയോ, അങ്ങനെ കമന്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഒരു എൻഗേജ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. യെസ്, ഏതാണ് ഏറ്റവും വലിയ ഗ്രഹം എന്ന് പറയുന്നത്? വ്യാഴമാണ്. വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം എന്ന് പറയുന്നത്. ഇവിടെ ഭൂമി എന്ന് പറഞ്ഞ ആളുകളുണ്ട്, നിങ്ങളൊന്ന് സ്ലൈഡിലേക്ക് നോക്കുക. സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു വലുപ്പത്തിൽ 5-ാം സ്ഥാനമാണ് ഭൂമി എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് 1-ാം സ്ഥാനം വരുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, വലിപ്പത്തിൽ 5-ാം സ്ഥാനമാണ് ഭൂമി. 1-ാം സ്ഥാനം വരുന്നത് വ്യാഴമാണ്. ഏറ്റവും വലിയ ഗ്രഹമായിട്ട് പറയുന്നത് ഏതാ? വ്യാഴം. വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹമായിട്ട് വരുന്നത്. ഇനി സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏതാ? നമ്മുടെ ഭൂമിയാണ്. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമിയാണ്. എന്താണ് സാന്ദ്രത? ഡെൻസിറ്റി അല്ലെ? ഏറ്റവും ഡെൻസിറ്റി ഉള്ള ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രതയുള്ള ഗ്രഹം ഭൂമിയാണ്. ഇതൊക്കെ പോയിന്റ് ആട്ടോ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ്. ഓക്കെ, ഇനി ഭൂമിയിൽ നമുക്കറിയാം 71% എന്താണ്? ഭൂമിയിൽ വെള്ളമാണ്. ഭൂമിയുടെ 71% വെള്ളമാണ്. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് പോയി ഭൂമിയെ നോക്കുമ്പോ ഭൂമി ഏത് കളറിലാണ് കാണപ്പെടുന്നത്? ഭൂമി ഏത് കളറിലാണ്? ഭൂമി നീല കളറിലാണ് കാണപ്പെടുന്നത്, നീല നിറത്തിലാണ് കാണുന്നത്. കാരണം എന്താ? ഭൂമിയുടെ 71%ഉം വാട്ടറാണ്. അതുകൊണ്ട് ഭൂമി നീലയായിട്ട് കാണപ്പെടുന്നു. ഭൂമിയുടെ 71% വെള്ളമായതുകൊണ്ട് ഭൂമി നീല നിറത്തിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നീലഗ്രഹം എന്നറിയപ്പെടുന്നതും ആരാണ്? ഭൂമിയാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമിയാണ്.
ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഒന്നും മിസ്സാക്കരുത്. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമിയാണ്. ഇനി ഭൂമിയുടെ ആകൃതി എന്താണ്? നിങ്ങൾ പറ. ഞാൻ സ്ലൈഡ് ഇപ്പൊ കാണിക്കുന്നില്ല. ഭൂമിയുടെ ആകൃതി നിങ്ങൾ പറ. ഭൂമി ഗോളാകൃതിയാണോ? ഭൂമി ഗോളാകൃതിയാണോ? ഗോളാകൃതിയാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഭൂമി ഗോളാകൃതിയാണ് എന്ന് ഒരു 1-ാം ക്ലാസ്സിലെയോ 2-ാം ക്ലാസ്സിലെയോ 3-ാം ക്ലാസ്സിലെയോ കുട്ടിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഭൂമിയുടെ ആകൃതി ഗോളമല്ല, മുട്ടയുടെ ഒക്കെ ആകൃതിയാണ്, എഗ്ഗിന്റെ ഒക്കെ ആകൃതിയാണ്. മുട്ട ഗോളമായിട്ടാണോ കാണുന്നത്? ഒരു പന്ത് പോലെയാണോ മുട്ട കാണുന്നത്? അല്ല. മുട്ട എങ്ങനെയാണ്? മുട്ട ഈ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക, ആണല്ലോ. അഥവാ ഒരു ദീർഘഗോളം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലാണ് ഉണ്ടായിരിക്കുക. അതിന് പറയുന്ന പേരാണ് ജിയോയിഡ്. ജിയോയിഡ്. ഭൂമിയുടെ 2 ഭാഗങ്ങൾ എന്താണ്? കുറച്ച് പരന്നിട്ടാണ് വരുന്നത്. ഭൂമിയുടെ ധ്രുവ ഭാഗങ്ങള് പരന്നിട്ടാണ് വരുന്നത്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭൂമി ഈ ഒരു ആകൃതിയിലാണ് ഭൂമി കാണപ്പെടുന്നത്, ഗോളാകൃതിയല്ല. ഇതിന് പറയുന്ന പേരാണ് എന്ത്? ജിയോയിഡ് എന്ന് പറയും. അതും നിങ്ങൾ നോട്ട് ചെയ്യുക, കേട്ടറ്റിന്റെ ചോദ്യമാണ്. ജിയോയിഡ്, ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ജിയോയിഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുകൂടെ പറയാം. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളുണ്ട്. അതിൽ സ്ഥാനം കൊണ്ട് 3-ാമതായി വരുന്നു, വലിപ്പം കൊണ്ട് 5-ാമതായി വരുന്നു. ഓക്കെ, അതുപോലെ സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം, മോർ ഡെൻസിറ്റീവ് ആയിട്ടുള്ളത്, ഏറ്റവും സാന്ദ്രതയുള്ളത് ഏതാ? അത് ഭൂമിയാണ്. അതുപോലെ 71% വെള്ളമാണ്, വാട്ടറാണ്. അതുകൊണ്ട് ഭൂമി നീല കളറായിട്ട് അനുഭവപ്പെടുന്നു. ബഹിരാകാശത്ത് പോയാൽ നീല നിറത്തിൽ കാണുന്നു. അതുകൊണ്ട് നീലഗ്രഹം, ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ഏതാ? ബ്ലൂ പ്ലാനറ്റ്, നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. അതുപോലെ ഭൂമിയുടെ ആകൃതി ഏതാണ്? ഗോളം എന്ന് നിങ്ങൾ ഇനി പറയരുത്. ഭൂമിയുടെ ആകൃതി ജിയോയിഡ്. ജിയോയിഡ് ആണ് ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തിനാ? ആ ഒരു കാര്യം നിങ്ങളുടെ, ആ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ പതിയാൻ വേണ്ടിയിട്ടാ. ഞാൻ ഓരോ പോയിന്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും, നിങ്ങളുടെ ബ്രെയിനിൽ അങ്ങനെ സ്റ്റോർ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു പോയിക്കോ. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോയിക്കോ. നിങ്ങൾ ഇതിന് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ കേൾക്കുമ്പോൾ തന്നെ പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്നും ഒരു ഭാരമായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ആ ഒരു കാര്യം പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല ഓർമ്മയിൽ വരാനും കാരണമാവും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് നമ്മുടെ ഭൂമിയുടെ പ്രത്യേകതകളൊക്കെയാണ്. ഭൂമിയുടെ പ്രത്യേകതകൾ, ലോഹങ്ങളും പാറകളും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഗണത്തിലാണ് ഭൂമി ഉൾപ്പെടുന്നത്. നമുക്കറിയാം, ഭൂമി എന്ന് പറഞ്ഞാൽ 8 ഗ്രഹങ്ങളിൽ ഒന്നാണ് ഭൂമി. ഈ ഗ്രഹങ്ങളിലെല്ലാം എന്താ ഉള്ളത്? ഉള്ളത് എന്താ? ലോഹങ്ങളും പാറകളൊക്കെയാണ്. ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇരുമ്പ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് നമുക്ക് അങ്ങനെ കിട്ടില്ല. അലുമിനിയം എന്ന് പറഞ്ഞാൽ അലുമിനിയം ആയിട്ട് കിട്ടില്ല. പക്ഷെ നമ്മളൊരു കളിമണ്ണ് എടുത്താൽ അതിൽ എന്തുണ്ട്? കളിമണ്ണില് സിലിക്ക ഉണ്ട്, അലുമിനിയം ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട്. അതിന്റെ അയിരുകളുണ്ട്, അതിന്റെ ഓർസ് ഉണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ലോഹങ്ങളും ലോഹത്തിന്റെ കൂട്ടുകളും അയിരുകളും അതുപോലെ തന്നെ പാറകളൊക്കെ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്. അതിലൊരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏകദേശ പ്രായമായിട്ട് കണക്കാക്കുന്നത് എത്രയാ അറിയോ? ഭൂമിയുടെ ഏകദേശ പ്രായം 454 കോടി വർഷം. അത്രയും പ്രായമുള്ള ഒരു ഗ്രഹമായിട്ടാണ് ഭൂമിയെ കണക്കാക്കുന്നത്. ഓക്കെ, 454 കോടി വർഷം. ഇതൊക്കെ ഒരു ഏകദേശ കണക്കാണ്. ഇതൊന്നും ഒരു അത്രത്തോളം എന്തല്ല ഇമ്പോർട്ടൻസ് നിങ്ങൾ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ കൊടുക്കേണ്ട. കാരണം ഇതൊന്നും ഒരു 100% ശരിയായിട്ടുള്ള ഡാറ്റയൊന്നുമല്ല. ഓക്കെ, ഇതൊക്കെ എന്താണ്? സയന്റിസ്റ്റുമാർ അവരുടെ അനുമാനങ്ങളും അവരുടെ കണ്ടെത്തലുകളൊക്കെ ആയിട്ട് അവർ പറയുന്നതാണ്. അല്ലാതെ ഇതിനൊന്നും കൃത്യമായിട്ടുള്ള ഒരു സയന്റിഫിക് പ്രൂഫ് ഇതിനൊന്നും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഗയ്യ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂമിയാണ്. ഗ്രീക്ക് ഭാഷയിൽ ഗയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഗയ്യ. ഗ്രഹങ്ങളൊക്കെ ഇരട്ട പേരുകൾ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ചുവന്ന കുള്ളൻ, ഭൂമിയുടെ ഇരട്ട, അതുപോലെ തന്നെ ചുവന്ന ഗ്രഹം, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും? ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അഥവാ ഓരോ ഗ്രഹങ്ങളുടെയും ഇരട്ട പേരുകൾ, വിവിധ പേരുകൾ ഇതെന്ത് ചെയ്യാറുണ്ട്? സാധാരണ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഗയ്യ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? നിങ്ങൾ പറ. ഗയ്യ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? നമ്മുടെ ഭൂമിയാണ്, എർത്താണ്. ഓക്കെ, എന്നാ ഞാൻ വെറുതെ ചോദിക്കട്ടെ, ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണെന്നറിയോ? ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം, ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം നിങ്ങൾ പറ. നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരം തരാം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം. യെസ്, വെരി ഗുഡ്. ഭൂമിയുടെ ഇരട്ട
അതുപോലെ പ്രഭാത നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രനാണ് കേട്ടോ. ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു സൗരയൂഥം എന്നുള്ള ആ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറയും അവിടെയുള്ള 8 ഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഭൂമിയെ കുറിച്ച് ആയതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് കണക്റ്റീവ് ആയിട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഗയ്യ എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമിയാണ്. അതുപോലെ തന്നെ ടെറ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ടെറ എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമിയാണ്. ലാറ്റിൻ ഭാഷയിൽ ടെറ എന്നറിയപ്പെടുന്ന ഗ്രഹവും ഭൂമിയാണ്. അതുപോലെ ഒരേ ഒരു സാറ്റലൈറ്റ് മാത്രമുള്ള ഗ്രഹം, ഒരേ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏതാ? ഭൂമിയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഭൂമിയുടെ ഉപഗ്രഹം ഏതാ? ഭൂമിയുടെ ഒരേ ഒരു സാറ്റലൈറ്റ് ഏതാ? ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം, യെസ്, വെരി ഗുഡ്, ഏതാണ്? ചന്ദ്രനാണ്. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം മൂണാണ്. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ചന്ദ്രനാണ്. ഓക്കെ, അപ്പൊ ഒരേ ഒരു ഉപഗ്രഹമുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂമിയാണ്. ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രനാണ്. അതുപോലെ ജലഗ്രഹം, വാട്ടർ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ഏതാ? ഭൂമിയാണ്. ബിക്കോസ് 71% എന്താണ്? വാട്ടർ ആണ്. അതുകൊണ്ട് നീലഗ്രഹം, അതുപോലെ ജലഗ്രഹം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ഭൂമിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എത്രയാണെന്ന് അറിയോ? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലമാണ് 1 AU എന്ന് പറയുന്നത്. എന്താണ് AUവിന്റെ ഫുൾ ഫോം? നിങ്ങളൊന്ന് പറ, എന്താണ് AU എന്നുള്ളതിന്റെ ഫുൾ ഫോം? AU എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്ന് പറയൂ. യെസ്, AU എന്ന് പറഞ്ഞാൽ എന്താ? ആസ്ട്രോണമിക്കൽ യൂണിറ്റിനാണ് AU എന്ന് പറയുന്നത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണ് AU എന്ന് ഞാൻ പറഞ്ഞുതരാം. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം കേട്ടോ. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം, ആവറേജ് ഡിസ്റ്റൻസ് ആണ്. കാരണം ഭൂമിയിൽ നിന്നും സൂര്യനിലേക്ക് എപ്പോഴും ഒരേ ദൂരമല്ല വരുന്നത്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്ക് എപ്പോഴും ഒരേ ദൂരമല്ല വരുന്നത്. ഭൂമി സൂര്യനെ ചുറ്റുന്നത് എങ്ങനെയാണ്? വൃത്താകൃതിയിലാണ്. ഇപ്പൊ ഇവിടെ സൂര്യൻ ഉണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇങ്ങനെ ദീർഘവൃത്താകൃതിയിൽ ഭൂമി സൂര്യനെ ചുറ്റുമ്പോ, ഇപ്പൊ ഭൂമി ഇവിടെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ സൂര്യനിലേക്കുള്ള ദൂരം കുറവായിരിക്കും, ആണല്ലോ. എന്നാൽ ഭൂമി ഇവിടെയാണ് നിൽക്കുന്നതെങ്കിലോ സൂര്യനിലേക്കുള്ള ദൂരം കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇത് ആവറേജ് ഡിസ്റ്റൻസ് ആണ്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ്, ശരാശരി അകലമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്ര കിലോമീറ്റർ ആണെന്ന് അറിയോ? നിങ്ങൾക്കറിയോ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ്? ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോളി, ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്, അതാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. 15 കോടി കിലോമീറ്റർ കേട്ടോ. 15 കോടി കിലോമീറ്റർ ആണ് എന്ത്? ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്, ശരാശരി ദൂരം അഥവാ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ. 14,95,871 എന്ത് കറക്റ്റ് ആയിട്ടുള്ളത്. റൗണ്ട് ഫിഗറിൽ പറയുമ്പോൾ 15 കോടി കിലോമീറ്റർ ആണ് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള അകലം എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ ഞാൻ പെട്ടെന്ന് പറയാം. നമ്മുടെ ഭൂമി ഗ്രീക്ക് ഭാഷയിൽ ഗയ്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗയ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ ലാറ്റിൻ ഭാഷയിൽ ടെറ എന്ന പേരിൽ അറിയപ്പെടുന്നു. ടെറ എന്ന പേരിൽ ലാറ്റിൻ ഭാഷയിൽ അറിയപ്പെടുന്നു. അതുപോലെ ഭൂമിക്ക് ഒരേ ഒരു പ്ലാനറ്റ് മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ഉപഗ്രഹം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു സാറ്റലൈറ്റ് മാത്രമേ ഉള്ളൂ. ഭൂമിയുടെ സാറ്റലൈറ്റ് ആണ് മൂൺ അഥവാ ചന്ദ്രൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വാട്ടർ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നു, ജലഗ്രഹം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ നീലഗ്രഹം, ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നു. ബിക്കോസ് ഓഫ് മോസ്റ്റ് പ്രസന്റ് ഓഫ് വാട്ടർ, ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ളത് വെള്ളമാണ്, അതുകൊണ്ട് വാട്ടർ പ്ലാനറ്റ്, അതുപോലെ ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നു. അതുപോലെ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം, അതിനെയാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. 1 AU എന്ന് പറയും. 1 AU എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 14,95,97,871 കിലോമീറ്റർ ആണ്. റൗണ്ട് ഫിഗറിലാണ് നമ്മളോട് ചോദിക്കുള്ളൂ. 15 കോടി കിലോമീറ്റർ ആണ് എന്ത് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ സ്ലൈഡിലുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? നോട്ട് ചെയ്താനൊക്കെ പറ്റുന്നുണ്ടല്ലോ?
ഓക്കെ, നിങ്ങൾ ഒരു പോയിന്റ് മിസ്സാക്കരുത്. ഞാൻ ടിക്ക് ഇട്ട് തരുന്ന പോയിന്റുകൾ നിങ്ങൾ ഒന്നും മിസ്സാക്കരുത്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഓക്കെ, ഞാൻ ടിക്ക് ഇടുന്ന പോയിന്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്ത സ്ലൈഡില് ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ഭൂമിയിൽ നിന്നും സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രകാശം വരാറുണ്ട് അല്ലെ? സൂര്യന്റെ പ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത്, അതുകൊണ്ടാണ് നമുക്ക് പകല് വെളിച്ചം കിട്ടുന്നത് ആണല്ലോ. ഇങ്ങനെ സൂര്യന്റെ പ്രകാശം സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് അറിയോ? സൂര്യന്റെ പ്രകാശം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എത്തുവോ? സൂര്യനാണ് നമ്മൾ ഉദിച്ചു കഴിഞ്ഞാൽ, പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ പ്രകാശം എത്തുവോ? എത്ര സമയം എടുക്കും നിങ്ങൾക്കറിയോ? എത്ര സമയം എടുക്കും? നിങ്ങളൊന്ന് പറ. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന ടൈം എത്രയാ? ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും അധ്യാപകരാകുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. 8 സെക്കൻഡ് ആണോ? 8 സെക്കൻഡ് ആണോ? അല്ല, 8 സെക്കൻഡ് അല്ല. എത്രയാണ്? 8 മിനിറ്റും 20 സെക്കൻഡും. ഓക്കെ, 8 മിനിറ്റും 20 സെക്കൻഡുമാണ് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന സമയം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യൂ. സൂര്യന്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എന്ന് പറയുന്നത് 8 മിനിറ്റും 20 സെക്കൻഡുമാണ്. 8 മിനിറ്റും 20 സെക്കൻഡും വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 8 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഈ 8 മിനിറ്റ് 20 സെക്കൻഡിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഒരു എല്ലാം സെക്കൻഡ് രൂപത്തിൽ പറയാം. അങ്ങനെയാണെങ്കിൽ എത്ര സെക്കൻഡ് ആയിരിക്കും? 8 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര സെക്കൻഡാ? 500 സെക്കൻഡ് ആണ് കേട്ടോ. 500 സെക്കൻഡ്, റൗണ്ട് ഫിഗറാ, പഠിക്കാൻ എളുപ്പമാണല്ലോ. 500 സെക്കൻഡ്, 500 സെക്കൻഡ് സമയമാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ടി എടുക്കുന്നത്. 8 മിനിറ്റ് 20 സെക്കൻഡ്, 8 മിനിറ്റ് 20 സെക്കൻഡ്. ഓക്കെ, ഇനി ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാ അറിയോ? ചന്ദ്രനിൽ നിന്ന് ഭൂമിയിൽ എത്താൻ വേണ്ടത് എത്രയാ? 1.3 സെക്കൻഡ് ആണ്. 1.3 സെക്കൻഡ് ആണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്ന ഒരു ഫാക്റ്റ് ആണ്. നമ്മുടെ പ്രകാശത്തിന്റെ വേഗത എത്ര ആണെന്ന് അറിയോ? സെക്കൻഡിൽ എത്ര കിലോമീറ്റർ ആണെന്ന് നിങ്ങൾക്ക് അറിയോ? പ്രകാശത്തിന്റെ വേഗത ഒരു സെക്കൻഡിൽ എത്ര കിലോമീറ്റർ ആണെന്ന് അറിയോ? പ്രകാശത്തിന്റെ വേഗത ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രകാശം ഒരു ടോർച്ചിന് അടിക്കുന്നു. ഒരു ടോർച്ച് അടിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് ആ ടോർച്ചിന്റെ ലൈറ്റ് 3 ലക്ഷം കിലോമീറ്റർ കിടക്കും. നമ്മുടെ ഭൂമിയുടെ റേഡിയസ് എത്ര അറിയോ? നമ്മുടെ ഭൂമിയുടെ റേഡിയസ് എന്ന് പറയുന്നത് 40,000 കിലോമീറ്റർ ആണ്. 40,000 കിലോമീറ്റർ. നമ്മുടെ ഭൂമിയിലെ തടസ്സങ്ങളൊന്നുമില്ല, മലകളും കുന്നുകളൊന്നുമില്ല. നമ്മളൊരു ടോർച്ച് അടിച്ചാൽ ആ ഒരു ടോർച്ച് ഭൂമിക്ക് ചുറ്റും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് 6-7 തവണ നമ്മുടെ ഭൂമിയുടെ ചുറ്റും എന്ത് പോകും? ആ ഒരു ടോർച്ചിന്റെ ലൈറ്റ് പോകും. അത്രയും വേഗത്തിലാണ് എന്ത് പോകുന്നത്? ഈ ഒരു പ്രകാശം പോകുന്നത്. അത്രയും വേഗത്തിൽ പോകുന്ന പ്രകാശം 8 മിനിറ്റ് 20 സെക്കൻഡ് എടുത്തിട്ടാണ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ ദൂരം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക. അത്രയും അകലെയാണ് സൂര്യനുള്ളത്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ 1.3 സെക്കൻഡ് ആണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എന്ന് പറയുന്നത്. ഇനി ഭൂമിയുടെ പ്രായവും ഭൂമിയുടെ ഉത്ഭവവും ഘടനയുമെല്ലാം ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്രശാഖക്ക് എന്ത് പറയും? നമ്മുടെ ഭൂമിയെ കുറിച്ച് പഠിക്കുന്ന ശാഖ. സാധാരണ റയർ ആയിട്ടുള്ള കോളേജുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് ആ ഒരു കോഴ്സ് തന്നെ. എന്താണ് അതിന് പറയാ? ജിയോളജി എന്ന് പറയൂ കേട്ടോ. ജിയോളജി എന്ന് പറഞ്ഞാൽ ഭൂമിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോളജി. ഓക്കെ, ഭൂമിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. അഥവാ ഭൂമിയുടെ പ്രായത്തെ കുറിച്ച് പഠിക്കുന്നു, ഭൂമിയുടെ ഉത്ഭവത്തെ, ഭൂമിയുടെ ഘടനയെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു? ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്രീയ ശാഖക്കാണ് ജിയോളജി എന്ന് പറയുന്നത്. ഇപ്പൊ പുതിയ ടെക്നോളജി കാലത്ത് എന്ത് ചെയ്യാറുണ്ട്? ജിയോളജിസ്റ്റുകളാണ് എന്ത് ചെയ്യാറുള്ളത്? കിണറൊക്കെ കുത്തുമ്പോൾ ശാസ്ത്രീയമായിട്ട് അവിടെ വെള്ളമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വരാറുണ്ട്? ജിയോളജിസ്റ്റ് വരാറുണ്ട്. അതുപോലെ ജിയോളജിസ്റ്റ് എന്ത് ചെയ്യും? ഒരു മേഖല, ഒരു ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയൊക്കെ സന്ദർശിച്ച് അവിടെ എത്രത്തോളം അപകടമുണ്ട്, ഇങ്ങനെ ഭൂമിയുടെ ഘടന, അവിടുത്തെ ചെരിവ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ആരാ? ജിയോളജിസ്റ്റുകളാണ്. അപ്പൊ ജിയോളജി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉത്ഭവം,
ഘടന എന്നിവയെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ശാസ്ത്രീയമായി പഠിക്കുന്നു, ജിയോളജി. ഓക്കെ, ഇനി അടുത്തത് ചോദിക്കട്ടെ. ഭൂമി എന്ത് ചെയ്യാറുണ്ട്? റൊട്ടേഷനും റെവല്യൂഷനും ചെയ്യാറുണ്ട്, ഭ്രമണവും പരിക്രമണവും ചെയ്യാറുണ്ട്. ഭൂമിക്ക് ഭ്രമണം ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണെന്നറിയോ? ഭ്രമണം അഥവാ ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്. ഭൂമി സ്വയം കറങ്ങാൻ ഭൂമിക്ക് എടുക്കുന്ന സമയം എത്രയാണെന്നറിയോ? ഭൂമിക്ക് സ്വയം തിരിയാനുള്ള സമയം, ഭ്രമണത്തിനുള്ള സമയം എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക്? അറിയോ? യെസ്, ഭൂമിക്ക് ഭ്രമണത്തിനെടുക്കുന്ന സമയം അഥവാ ഭൂമി സ്വയം കറങ്ങാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. അത് നമ്മൾ റൗണ്ട് ആയിട്ട് പറഞ്ഞാൽ മതി. എത്രയാ? 24 മണിക്കൂർ. ആ 24 മണിക്കൂർ കൊണ്ട് ഭൂമി സ്വയം തിരിയുന്നു. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? നമുക്ക് രാവും പകലുകളും എല്ലാം വരുന്നത്. രാവും പകലും മാറി മാറി വരാനുള്ള കാരണം എന്താണ്? ഈ ഒരു ഭ്രമണമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തത്, ഭൂമി എന്ത് ചെയ്യാറുണ്ട്? സൂര്യനെ ചുറ്റാറുണ്ട്, സൂര്യനെ പരിക്രമണം ചെയ്യാറുണ്ട്. ഭൂമി സൂര്യനെ പരിക്രമണം ചെയ്യാറുണ്ട് അഥവാ സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. അതിനെടുക്കുന്ന സമയം എത്രയാ? ഭൂമി പരിക്രമണം ചെയ്യാൻ എടുക്കുന്ന സമയം, യെസ്, ഭൂമി സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം അഥവാ പരിക്രമണം ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 365 ദിവസമാണ്. 365 ദിവസവും 8 മണിക്കൂറുമാണ്. അതാണ് നമ്മൾ ഒരു വർഷമായിട്ട് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ജൂൺ 1 ഭൂമി ഒരു സ്ഥലത്ത് നിന്ന് കറങ്ങി തുടങ്ങി അടുത്ത വർഷം ഭൂമി അതേ സ്ഥാനത്ത് കറങ്ങി എത്തണമെങ്കിൽ എത്ര സമയം എടുക്കും? 365 ദിവസവും 8 മണിക്കൂർ എടുക്കും. അതാണ് നമ്മൾ ഒരു വർഷമായിട്ട് പറയുന്നത്. ആ 8 മണിക്കൂറിനെ നമ്മൾ എന്ത് ചെയ്യും? 4 വർഷം കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? ഒരു ദിവസമായിട്ടാണ് നമ്മൾ മാറ്റും. ആ വർഷത്തിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത് അഥവാ അതിവർഷം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഒരു വർഷം 365 ദിവസമായിട്ട് എടുക്കുന്നു. ഇങ്ങനെ 4 വർഷം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു വർഷം അതിവർഷമായിട്ട്, ലീപ്പ് ഇയർ ആയിട്ട് എടുക്കുന്നു. ഇങ്ങനെയാണ് എന്ത് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇങ്ങനെ അതിവർഷം എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഭൂമിയുടെ പരിക്രമണവുമായി ബന്ധപ്പെട്ടാണ് അഥവാ ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഭൂമി സൂര്യനെ ചുറ്റുന്നതിന് പറയുന്ന പേരാണ് എന്ത്? പരിക്രമണം. ഭൂമി സൂര്യനെ ചുറ്റുന്നതിന് പറയുന്ന പേരാണ് പരിക്രമണം. ഭൂമി സ്വയം കറങ്ങുന്നതിനെ പറയുന്ന പേരാണ് ഭ്രമണം. ഭൂമി സ്വയം കറങ്ങുന്നത് ഭ്രമണവും ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ ചുറ്റുന്നതിനെ പരിക്രമണം എന്ന് പറയുന്നു. ഭ്രമണത്തിനെടുക്കുന്ന സമയം 24 മണിക്കൂർ, പരിക്രമണത്തിനെടുക്കുന്ന സമയം 365 ദിവസം. അതുപോലെ ഈ സ്ലൈഡിലുള്ളത് നമുക്കൊന്ന് എന്ത് ചെയ്യാം? ഓടിച്ച് റിവിഷൻ ചെയ്യാം. നമ്മുടെ സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് ആയിരുന്നു അഥവാ 500 സെക്കൻഡ് ആയിരുന്നു, ആണല്ലോ. ഇനി ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാ? ചന്ദ്രനിൽ നിന്നുള്ള ഒരു പ്രകാശം ഭൂമിയിലെത്താൻ 1.3 സെക്കൻഡ് ആണ് ടൈം എടുക്കുന്നത്. ഇനി ഭൂമിയെ കുറിച്ച് പഠിക്കുന്ന, ഭൂമിയുടെ പ്രായത്തെക്കുറിച്ചും ഭൂമിയുടെ ഘടനയെക്കുറിച്ചും ഭൂമിയുടെ ഉത്ഭവത്തെ കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രീയ ശാഖയാണ് ജിയോളജി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഭ്രമണം പറഞ്ഞു. ഭ്രമണത്തിനെടുക്കുന്ന സമയം 24 മണിക്കൂർ, പരിക്രമണത്തിനെടുക്കുന്ന സമയം 365 ദിവസം. ഓക്കെ, ഈ സ്ലൈഡും ക്ലിയർ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഭൂമിയുടെ ഘടനയെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. ഭൂമിയുടെ ഘടന. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ക്ലാസ് ഒക്കെ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ടോ? ഓക്കെ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഭൂമിയുടെ ഘടനയെ കുറിച്ച് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ഞാൻ ചെറിയൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ഫ്രീ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ ഫ്രീ ക്ലാസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അതുപോലെ നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് മുഴുവൻ കാര്യങ്ങളും, സിലബസ് ഫുൾ തീർത്ത് നമുക്ക് ഫ്രീ ക്ലാസ്സിൽ പഠിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രീ ക്ലാസ്സുകളുടെ കൂടെ നമ്മൾ പെയ്ഡ് ബാച്ചും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പെയ്ഡ് ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ഈ ഒരു പെയ്ഡ് ബാച്ചിൽ നിങ്ങൾക്ക് നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ലഭിക്കും. അതുപോലെ ലൈവ് ക്ലാസ്സുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് വെർഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട്
എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് റെക്കോർഡായിട്ടും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ആ ഒരു ലൈവ് ക്ലാസ് മിസ്സായാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് നമ്മളെ ഓരോ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് PDF നമ്മൾ പ്രസന്റേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ എല്ലാ ക്ലാസ്സുകളും നമ്മൾ PowerPoint ഉപയോഗിച്ച് PPT ഉപയോഗിച്ച് പ്രസന്റ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ ഓരോ ക്ലാസ്സിന്റെയും നോട്ട്സ് PDF ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു നോട്ട്സ് നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാനും വായിക്കാനും പഠിക്കാനൊക്കെ എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ഏത് സമയത്തും നിങ്ങൾക്ക് സംശയം ചോദിക്കാവുന്ന രീതിയിലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പുകളും ഉണ്ടായിരിക്കും. ഏത് സമയത്തും സംശയം ചോദിക്കാനുള്ള മെന്റർ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്രാഷ് ക്ലാസ്സുകളായിരിക്കും. ഇവിടെ ഒരു അവസാന പോയിന്റ് കൊടുത്തിട്ടുള്ള ക്രാഷ് ക്യാമ്പ്. നമ്മൾ ക്രാഷ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന 1000 രൂപ കോസ്റ്റ് വരുന്ന ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ കൂടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും. ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള മുഴുവൻ ക്ലാസ്സുകളും തീർത്തതിന് ശേഷം നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് ലഭിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ കളക്ഷൻസ്. അതുപോലെ ആ പ്രീവിയസ് ഇയർ കളക്ഷൻസിന്റെ കൂടെ ഓരോ ദിവസവും നമ്മൾ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് ആ ഒരു ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ കണക്റ്റീവ് ഫാക്റ്റുകളെല്ലാം പഠിച്ച് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ 10ഓ 10ലധികമോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്രാഷ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടും. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ക്രാഷ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഒരു 30 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായിരിക്കും. ആ ഒരു ക്രാഷ് കോഴ്സ് കൂടെ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് മാത്രം തന്നെ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി പറ്റും. കാരണം നമ്മുടെ കഴിഞ്ഞ ബാച്ചുകളിലെല്ലാം ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും റിസൾട്ടിലേക്ക് നയിച്ചിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾക്ക് മാത്രം പ്രത്യേകത പറയാവുന്ന ക്രാഷ് ക്ലാസ്സുകളാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ആ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് 85 90 672 089 8590672089. ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീലാണ് നമ്മൾ ഈ ഒരു ബാച്ച് കൊടുക്കുന്നത്. 2000 രൂപയുടെ കോഴ്സ് നമ്മളിപ്പോൾ ഓഫറിൽ 1500 രൂപക്കാണ് കൊടുക്കുന്നത്. 1500 രൂപ നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഫീച്ചറുകളും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടും. അതിന്റെ കൂടെ ഈ ഒരു 1500 രൂപയിൽ തന്നെ നിങ്ങൾക്ക് 1000 രൂപ ഫീ വരുന്ന ക്രാഷ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ഫീയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഓഫർ ഉടനെ അവസാനിക്കും. അതുപോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യെത്താ ദൂരത്താണ്. ഒരാഴ്ച കൊണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം ഒക്ടോബറിലാണ് നോട്ടിഫിക്കേഷൻ വരിക. ഡിസംബറിൽ എന്തായാലും എക്സാം ഉണ്ടായിരിക്കും. നവംബറിൽ അല്ലെങ്കിൽ ഡിസംബറിൽ എക്സാം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഇനി വൈകാനുള്ള സാധ്യതയില്ല. ഈ ഒരു തിങ്കളാഴ്ച വർക്കിംഗ് ഡേ തന്നെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം ഈ ഒരു സമയത്ത് നോട്ടിഫിക്കേഷൻ ഡിക്ലെയർ ചെയ്താലാണ് അവർക്ക് അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം തീർത്ത് ഡിസംബറിന് മുന്നോടിയായിട്ട് കേട്ടിട്ട് നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഈ ഒരു ആഴ്ച മാക്സിമം 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇനിയും പഠനം തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പഠനം ഉടനെ തുടങ്ങണം. ഇനി നിങ്ങൾക്ക് കാത്തു നിൽക്കാൻ സമയമില്ല. സമയം എന്ന് പറയുന്നത് അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ 2 ബാച്ചുകളിൽ നമുക്ക് 400-500 കുട്ടികളോളം നമുക്ക് ഈ ഒരു ബാച്ചിൽ നിന്ന് കാറ്റഗറി ക്വാളിഫൈ ആയിട്ടുണ്ട് 2 ബാച്ചുകളിലായിട്ട്. ഓക്കെ, അതുകൊണ്ട് നല്ലൊരു റിസൾട്ട് തന്നെ എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് മുന്നിൽ വെക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു 8590672089 ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ മടങ്ങി പോവാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താ, ഭൂമിയുടെ ഘടനയെ കുറിച്ചാണ്. ഓക്കെ, ഭൂമിയുടെ ഘടന. എങ്ങനെയാണ് ഭൂമിയുടെ ഘടന? ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഭൂമി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മുറിച്ചിട്ടുണ്ട്, ഒരു ഭാഗം മുറിച്ചിട്ടുണ്ട്. ആ മുറിച്ചതില് ഏറ്റവും പുറത്തുള്ളതിന് എന്ത് പറയും,
ക്രസ്റ്റ് എന്ന് പറയും, ക്രസ്റ്റ് എന്ന് പറയും, അഥവാ ഭൂവൽക്കം എന്ന് പറയും കേട്ടോ. ഭൂവൽക്കം എന്ന് പറയും. ഏറ്റവും പുറത്തുള്ളതാണ് എന്ത്? ഭൂവൽക്കം എന്ന് പറയുന്നത്. ഏറ്റവും പുറത്തുള്ള പാളിക്കാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാളി ഏതാ? രണ്ടാമത്തെ പാളിയാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഈ ഒരു പാളി, ഈ ഒരു ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുള്ളതാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പാളി ഏതാ? മൂന്നാമത്തെ പാളി അതാണ് എന്ത്? പുറക്കാമ്പ് എന്ന് പറയുന്നത്, അഥവാ ഔട്ടർ കോർ എന്ന് പറയും, പുറക്കാമ്പ്. ഇനി ഉള്ളിലുള്ള പാളി, ഉള്ളിലുള്ള ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് ഇന്നർ കോർ അഥവാ അകക്കാമ്പ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ 4 പാളികളാണ് ഭൂമിക്കുള്ളത്. ഏതൊക്കെയാ? ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം, ഏറ്റവും പുറത്തുള്ള പാളി ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം. രണ്ടാമത്തെ പാളിയാണ് മാൻഡിൽ. മൂന്നാമത്തെ പാളിയാണ് ഔട്ടർ കോർ അഥവാ പുറക്കാമ്പ്. ഏറ്റവും ഉള്ളിലുള്ള ഇന്നർമോസ്റ്റ് പാളിയാണ് ഇന്നർ കോർ എന്ന് പറയുന്നത്, അഥവാ അകക്കാമ്പ്. ഇങ്ങനെ 4 പാളികളുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ആ പാളികളുടെ പേര് മാത്രം നിങ്ങൾ എഴുതി വെക്കുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പാളികളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഇങ്ങനെയാണ് ഭൂമിക്ക് 4 പാളികൾ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 4 പാളികളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട പരീക്ഷയ്ക്ക് വേണ്ടത് എന്താണോ അതാണ് നോക്കുന്നത്. നമ്മൾ ഈ ഒരു ബാച്ചിൽ നമ്മൾ ഒരിക്കലും വാരി വലിച്ചുള്ള കണ്ടന്റ് നമ്മൾ കൊടുക്കില്ല. അനാവശ്യമായിട്ടുള്ള കണ്ടന്റുകളും കൊടുക്കില്ല. ഒരുപാട് കണ്ടന്റ് നമ്മൾ കൊടുക്കുന്നില്ല. അത് ഞാൻ നിങ്ങളോട് ആദ്യമേ പറയാം. എന്താണ് പരീക്ഷയ്ക്ക് വേണ്ടത് അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും വാരി വലിച്ച് പഠിക്കുന്നതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. നമ്മൾ സിലബസിൽ ഒതുങ്ങി ആവശ്യമുള്ള കാര്യം എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുക. അത് തന്നെ നമുക്ക് പഠിക്കാൻ മാത്രമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് എന്തെങ്കിലുമൊക്കെ കിട്ടി അത് പഠിക്കുക എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് അറിവ് വർദ്ധിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് കേട്ടറ്റ് കിട്ടാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ചുരുക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്. ചുരുക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ആവശ്യമുള്ളത് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്തറിയണം? പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അറിയണം, അതുപോലെ സിലബസും നിങ്ങൾ അറിയണം. ഇത് രണ്ടും അറിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? പഠിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഈ ഒരു ബാച്ചിൽ നമ്മൾ ഓരോ ക്ലാസ്സുകളും സെറ്റ് ചെയ്യുന്നത്, ഓരോ ടോപ്പിക്കിലും നമ്മൾ സെറ്റ് ചെയ്യുന്നത്, നമ്മൾ ആദ്യം പഠിച്ചത് സിലബസ് ആണ്. സിലബസ് നമ്മൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമ്മൾ നോക്കി. അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? എന്ത് ചോദിക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഈ രീതിയിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഒത്തിണക്കി സിലബസിലേക്ക് വന്നുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് കണ്ടന്റ് വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വേണ്ടതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ക്ലാസ് പോലും ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നൽകുന്ന ഈ ഒരു ക്ലാസ് പോലും ഞാൻ ഒരിക്കലും വാരി വലിച്ച് കണ്ടന്റ് ആഡ് ചെയ്തിട്ടില്ല. ആവശ്യമുള്ളതൊന്നും മിസ്സാക്കിയിട്ടില്ല. ആ രീതിയിലാണ് പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. നമുക്ക് ഓരോ പാളിയെയും നോക്കാം. ഓരോ പാളിയും നിങ്ങൾ നോട്ട് ചെയ്യണം. ആദ്യത്തെ പാളി ഏതാ? ആദ്യത്തെ പാളി നമ്മൾ പറഞ്ഞു ഏറ്റവും പുറത്തുള്ള പാളി ഭൂവൽക്കമാണ്. ഏറ്റവും പുറത്തുള്ള പാളി ഭൂവൽക്കം. ഭൂവൽക്കം എത്ര ഡെപ്ത് വരെ പോകുന്നുണ്ട്? 0 to 40 കിലോമീറ്റർ വരെ ആഴത്തിൽ കാണപ്പെടുന്ന പാളി. നമ്മുടെ ഭൂമിയുടെ അടിയിലേക്ക് നമ്മൾ മുറിച്ചെടുക്കാണല്ലോ. അപ്പൊ ഭൂമിയുടെ ഉള്ളിലേക്കാണ് പോകുന്നത്. 0 മുതൽ, 0 എന്ന് പറയുമ്പോൾ ഭൂമിയുടെ പ്രതലം, ഭൂമിയുടെ സർഫസ് മുതൽ 40 കിലോമീറ്റർ വരെ ആഴത്തിൽ കാണപ്പെടുന്ന പാളിയാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പാളിയുടെ ഘനം കരഭാഗത്ത് കൂടുതലും കടലിനടിയിലേക്ക് കുറവുമായിരിക്കും. ഇതിന്റെ ഘനം എന്ന് പറയുന്നത് ക്യൂബിക് ഘനം. ഓക്കെ, ഈ പാളിയുടെ ഘനം എന്ന് പറയുന്നത് കരഭാഗത്തായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കും. അതുപോലെ കടൽ ഭാഗത്തോ കുറവുമായിരിക്കും. ഇതാണ് എന്ത് പറഞ്ഞത്? രണ്ടാമത്തെ പോയിന്റ്. നമുക്ക് തന്നെ അറിയാം, കരഭാഗം എന്ന് പറയുമ്പോൾ എന്താവും? കുറച്ചുകൂടെ ഹൈറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക ആണല്ലോ. കരഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഹൈറ്റ് കൂടും, കടലിലേക്ക് പോകുന്നതിനനുസരിച്ച് ഹൈറ്റ് കുറയും അഥവാ ആയം കൂടും. അതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ 0 to 40 എന്നുള്ളത് കടലിലേക്ക് വരുമ്പോൾ 40 ഉണ്ടാവില്ല. കടലിലേക്ക് വരുമ്പോൾ 30 35 ഉണ്ടാവുള്ളൂ. കരയിലേക്ക് വരുമ്പോൾ 40 എന്നുള്ളത് എന്ത് ചെയ്യും? 40ന് ചിലപ്പോൾ 45 ആവാം. ഇങ്ങനെ കൂടാനും സാധ്യതയുണ്ട്. ശരാശരി എന്ന് പറയുന്നത് 0 to 40 ആണ്. ഏത്? നമ്മുടെ ഭൂവൽക്കം ക്രസ്റ്റിന്റെ ആയം എന്ന് പറയുന്നത്. ഓക്കെ, മുഖ്യമായും ഈ ഒരു പാളിയിൽ കാണപ്പെടുന്നത് എന്തൊക്കെയാ? മുഖ്യമായും സിലിക്കൺ, അലുമിനിയം, മഗ്നീഷ്യം തുടങ്ങിയവയാണ് നമ്മുടെ ഈ ഒരു ഭൂവൽക്കത്തില് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഭൂവൽക്കത്തില് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് എന്തൊക്കെയാ? സിലിക്ക,
മഗ്നീഷ്യം, അലുമിനിയം. സിലിക്കൺ, അലുമിനിയം, മഗ്നീഷ്യം. ഇതാണ് ഭൂവൽക്കത്തില് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഏതാ? അടുത്തതാണ് മാൻഡിൽ. മാൻഡിൽ എന്ന് പറയുന്ന പാളി. ഭൂമിയുടെ ഏറ്റവും വ്യാപ്തം കൂടിയ ഭാഗമാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഈ ചിത്രം നോക്ക്. ഈ മാൻഡിൽ നോക്ക്, നല്ല വ്യാപ്തത്തിലല്ലേ ഉള്ളത്, നല്ല വോളിയം ഉണ്ടല്ലോ. ഈ മാൻഡിലാണ് എന്ത് ഏറ്റവും വ്യാപ്തമുള്ള പാളി എന്ന് പറയുന്നത്, ആണല്ലോ. ഏറ്റവും കൂടുതൽ ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ വോളിയം ഉള്ളത്, വ്യാപ്തമുള്ളത് ഏതിനാ? ഈ ഒരു ഓറഞ്ച് കളറിനാണ്, ആണല്ലോ. അതാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഭൂമിയുടെ ഏറ്റവും വ്യാപ്തം കൂടിയ ഭാഗമാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഈ ഒരു മാൻഡിലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താ? മാൻഡിലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇരുമ്പാണ്, ഇരുമ്പിന്റെ അംശമാണ്. ക്ലിയർ പോകുന്നുണ്ട്? ക്ലിയർ പോയോ? അതോ ആദ്യം കേൾക്കുന്ന പോലെ കേൾക്കാൻ പറ്റുന്നുണ്ട്? ക്ലിയർ ആണോ? ഒരാൾ പറയുന്നുണ്ട് കട്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലാത്ത ആള് അവരുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് നെറ്റ്വർക്ക് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങളുടെ നെറ്റ് കിട്ടാത്തത് കൊണ്ടായിരിക്കും ക്ലിയർ ആവാത്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു മാൻഡിൽ എന്ന് പറയുന്ന പാളിയിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താ? ഇരുമ്പാണ്. മാൻഡിലിൽ ഏറ്റവും കൂടുതലുള്ളത് ഇരുമ്പിന്റെ അംശമാണ്. ഓക്കെ, എന്നാൽ ഭൂവൽക്കത്തിലാണെങ്കിൽ സിലിക്കൺ, അലുമിനിയം, മഗ്നീഷ്യം. ഓക്കെ, സിലിക്കൺ, അലുമിനിയം, മഗ്നീഷ്യം. അതുപോലെ തന്നെ മാൻഡിലാണെങ്കിൽ ഇരുമ്പാണ് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, ആ വ്യത്യാസങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് ഏതാ? ഔട്ടർ കോറാണ്. ഔട്ടർ കോറിനെ നമ്മൾ എന്ത് പറഞ്ഞു? പുറക്കാമ്പ് എന്ന് പറഞ്ഞു, ആണല്ലോ. ആ പുറക്കാമ്പിലുള്ളതാണ് എന്ത് ചെയ്യേണ്ടത് ഇനി നമ്മൾ നോക്കുന്നത്. പുറക്കാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ 4 പാളികളിൽ ദ്രവരൂപത്തിൽ ലിക്വിഡ് ആയിക്കൊണ്ട്, അഥവാ ഉരുകിയ അവസ്ഥയിൽ അല്ലെങ്കിൽ മോൾട്ടൻ സ്റ്റേജിൽ കാണപ്പെടുന്നത്, അതാണ് ദ്രവരൂപം എന്ന് പറയുന്നത്. മോൾട്ടൻ സ്റ്റേജ്, ഉരുകിയ അവസ്ഥ. ഓക്കെ, ഉരുകിയാൽ എങ്ങനെ ഉണ്ടാവുക? ഒരു ലിക്വിഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെ? ദ്രവരൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇങ്ങനെ ഭൂമിയുടെ ദ്രവരൂപത്തിൽ കാണപ്പെടുന്ന പാളിയാണ് ഏത്? ദ്രവരൂപത്തിൽ കാണപ്പെടുന്ന പാളിയാണ് പുറക്കാമ്പ് എന്ന് പറയുന്നത്, ഔട്ടർ കോർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, പുറക്കാമ്പ് എന്ന് പറഞ്ഞാൽ ദ്രവരൂപത്തിൽ കാണപ്പെടുന്നു. ഇനി ഇവിടെ എന്തൊക്കെയാ കാണപ്പെടുന്നത്? അയണും നിക്കലും. അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പും നിക്കലുമാണ് പുറക്കാമ്പിൽ കാണപ്പെടുന്ന ലോഹങ്ങൾ. ഓക്കെ, പുറക്കാമ്പിൽ കാണപ്പെടുന്നത് അയണും നിക്കലുമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഏതാ? അകക്കാമ്പാണ്. അകക്കാമ്പ് അഥവാ ഇന്നർ കോർ. അകക്കാമ്പിന്റെ പ്രത്യേകത എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. അകക്കാമ്പിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അകക്കാമ്പിന്റെ പ്രത്യേകത എന്നുള്ളത് നോക്കാം. അകക്കാമ്പ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ്, ആണല്ലോ. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് അകക്കാമ്പ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളി. ഓക്കെ, ഈ ഒരു പാളിയുടെ പ്രത്യേകത എന്താ? ഈ ഒരു പാളിയില് ചൂടും മർദ്ദവും കൂടുതലുള്ള ഭൂമിയുടെ പാളി. ഇത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണല്ലോ നമ്മുടെ അകക്കാമ്പ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉള്ളിലായതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും? ചൂടുണ്ടായിരിക്കും, അതുപോലെ മർദ്ദവും കൂടുതലായിരിക്കും. അതാണ് എന്ത്? നമ്മുടെ അകക്കാമ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അകക്കാമ്പിൽ നല്ല ചൂടാണെന്ന് പറഞ്ഞു. എത്രയാ ചൂട്? അകക്കാമ്പിന്റെ ചൂട് എന്ന് പറയുന്നത് 6000 ഡിഗ്രി ചൂട്. ഓക്കെ, 6000 ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് അകക്കാമ്പ് കാണപ്പെടുന്നത്. 6000 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇനി ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏതാ? അതും അകക്കാമ്പാണ്. അത് അകക്കാമ്പല്ല, നമ്മുടെ 3 കാമ്പുകൾ അഥവാ ഈ ഒരു പുറക്കാമ്പ് ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും എന്താണ്? ഖരാവസ്ഥയിലാണ്. അതുപോലെ അകക്കാമ്പും ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഓടിച്ച് 4 ഭൂവൽക്കല്ല, ഭൂമിയുടെ 4 പാളികൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഭൂവൽക്കം 0 to 40 വരെ ഡെപ്തിൽ കാണപ്പെടുന്നു. അതുപോലെ ഈ ഒരു പാളിയില് കരഭാഗത്ത് ഉയരം കൂടുതലായിരിക്കും, കരഭാഗത്ത് നമ്മുടെ ആയം കൂടുതലായിരിക്കും. എന്നാൽ കടൽ ഭാഗത്താണെങ്കിലോ ഇതിന്റെ ഘനം കുറവായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താ? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സിലിക്കൺ, അലുമിനിയം, മഗ്നീഷ്യം എന്നീ ലോഹങ്ങളാണ്. ഇനി മാൻഡിൽ, രണ്ടാമത്തെ പാളി, ഭൂമിയുടെ രണ്ടാമത്തെ പാളിയാണ്
മാൻഡിൽ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ പാളിയായ മാൻഡിലിൽ ഭൂമിയുടെ ഏറ്റവും വ്യാപ്തം കൂടിയ ഭാഗം നമ്മൾ കാണിച്ചു, ഏറ്റവും വോളിയം കൂടിയിട്ടുള്ള ഭാഗം മാൻഡിലാണ്. അതുപോലെ തന്നെ ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും മാൻഡിലാണ്. ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും മാൻഡിലാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളവിടെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് പുറക്കാമ്പ്. പുറക്കാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പുറക്കാമ്പ് എന്ന് പറഞ്ഞാൽ ദ്രവരൂപത്തിൽ കാണപ്പെടുന്ന ഭൂമിയുടെ ഭാഗമാണ് പുറക്കാമ്പ്. ഇവിടെ കാണപ്പെടുന്നത് എന്തൊക്കെയാ? അയണും നിക്കലുമാണ് പുറക്കാമ്പിൽ കാണുന്നത്. ഇനി അടുത്തതാണ് അകക്കാമ്പ്, ഇന്നർ കോർ. അകക്കാമ്പിൽ എന്താണ്? ഇരുമ്പ് പരലുകൾ കാണപ്പെടുന്നു. ഇരുമ്പിന്റെ പാളികൾ ഉണ്ടാവും. ഇരുമ്പ് കൊണ്ടുള്ള എന്തുണ്ടാവും? പാളികൾ ഉണ്ടാവും. ഇരുമ്പ് കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇരുമ്പ് കാണുന്നില്ല. ഇരുമ്പ് എന്തായിട്ടുണ്ടാവും? ഇരുമ്പിന്റെ അയിരുകൾ എന്ത് ചെയ്യും? അവിടെ കുറെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ചൂടും ഏറ്റവും മർദ്ദവും കാണപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ അകക്കാമ്പ് എന്ന് പറയുന്നത്. 6000 ഡിഗ്രി സെൽഷ്യസ് ആണ് അകക്കാമ്പിലെ ചൂട്. അതുപോലെ ഖരാവസ്ഥയിലാണ് അകക്കാമ്പ് കാണപ്പെടുന്നത് എന്ന് പറയുന്നു. ക്ലിയർ ആണോ? ഭൂമിയുടെ ഘടന എന്നുള്ളത് ക്ലിയർ ആണോ? സ്ട്രക്ചർ ഓഫ് എർത്ത് ക്ലിയർ ആണോ? ഒന്ന് പറയൂ, കമന്റ് ആയിട്ട് പറയൂ. ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് ഏതാ? അന്തരീക്ഷമാണ്. അടുത്ത ടോപ്പിക് അന്തരീക്ഷം. നമ്മൾ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, ഇനി നമ്മൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അന്തരീക്ഷം അഥവാ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നു. എന്താണ് അന്തരീക്ഷം? നമ്മുടെ ഭൂമിയെ ആവരണം ചെയ്യുന്ന വായുമണ്ഡലത്തിനെയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഭൂമിയെ ആവരണം ചെയ്യുന്ന വായുമണ്ഡലം, അതിനെയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. നോട്ട് ചെയ്തോ. ഭൂമിയെ ആവരണം ചെയ്യുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷം. ഓക്കെ, ജീവന്റെ നിലനിൽപ്പും വളർച്ചയും അന്തരീക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല അന്തരീക്ഷം വേണം. നല്ല അന്തരീക്ഷം ഉണ്ടെങ്കിലേ നമുക്ക് ജീവന്റെ നിലനിൽപ്പ് ഉണ്ടായിരിക്കുള്ളൂ. അന്തരീക്ഷം മലിനമായാൽ, അന്തരീക്ഷത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമ്മുടെ ജീവനെ ബാധിക്കും. ആണല്ലോ, അന്തരീക്ഷത്തിൽ പൊല്യൂഷൻ ഉണ്ടായി, വായുവില് ഉയർന്ന അളവില് മലിനമാക്കപ്പെട്ടു, നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ആഗോളതാപനം, നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിക്കുന്നതാണ് ആഗോളതാപനം. അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ, ഇന്നത്തെ ടോപ്പിക്കിൽ വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഘട്ടം ഘട്ടമായിട്ട് പഠിക്കും. ആഗോളതാപനം നമ്മുടെ നിലനിൽപ്പിനെ എന്ത് ചെയ്യും? ബാധിക്കും. അപ്പൊ ജീവന്റെ നിലനിൽപ്പും വളർച്ചയും അന്തരീക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഉയരം കൂടുന്തോറും നേർത്തു വരുന്ന അന്തരീക്ഷത്തിന്റെ വ്യാപ്തി 1000 കിലോമീറ്റർ വരെയാണ്. നമ്മുടെ ഭൂമിയിൽ നിന്ന് തുടങ്ങി, നമ്മുടെ ഭൂവൽക്കത്തിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് 1000 കിലോമീറ്റർ വരെയാണ് അന്തരീക്ഷമുള്ളത്. 1000 കിലോമീറ്ററിന് മുകളിലേക്ക് പോയാൽ പിന്നെ നമ്മൾ അതിനെന്ത് പറയും? 1000 കിലോമീറ്ററിന് മുകളിലേക്ക് പോയാൽ പിന്നെ നമ്മൾ എന്ത് വിളിക്കും അതിനെ? പിന്നെ അത് അന്തരീക്ഷമാണോ? അതിനെ നമ്മൾ പറയുന്ന പേരെന്താ? നിങ്ങൾ പറ. 1000 കിലോമീറ്ററിന് പുറത്തേക്ക് പോയാൽ അതിനെ നമ്മൾ അന്തരീക്ഷമാണോ അതോ വേറെ എന്താണ് നമ്മൾ അതിനെ വിളിക്കുന്നത്? യെസ്, നമ്മൾ അതിനെ വിളിക്കുന്നതാണ് സ്പേസ് അഥവാ ബഹിരാകാശം എന്ന് പറയും. ബഹിരാകാശം, അന്തരീക്ഷത്തിന് പുറത്തേക്ക് കടന്നാൽ പിന്നെ അത് സ്പേസ് ആണ് അഥവാ ബഹിരാകാശമാണ്. ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ഫ്ലോ ചെയ്യാൻ പറ്റും. നമുക്ക് വെറുതെ പറന്ന് നടക്കാൻ വേണ്ടി പറ്റും ബഹിരാകാശത്ത് പോയാൽ. അവിടെ നമ്മുടെ ഭൂമിയുടെ ആ ഒരു ഗുരുത്വാകർഷണത്തിന് പുറത്താണ് എന്ത്? ബഹിരാകാശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഭൂമിയിൽ നിന്നും 1000 കിലോമീറ്റർ വരെ വ്യാപ്തിയിലുള്ളതാണ് അന്തരീക്ഷം. ഓക്കെ, കാറ്റ്, മേഘങ്ങൾ, വർണ്ണരാജികൾ തുടങ്ങിയ എല്ലാ പ്രതിഭാസങ്ങളുടെയും ഉറവിടം അന്തരീക്ഷമാണ്. കാറ്റുണ്ടാവുന്നത് എവിടെയാ? ബഹിരാകാശത്ത് കാറ്റുണ്ടാവില്ല, അന്തരീക്ഷത്തിലാണ്. മേഘങ്ങൾ കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലാണ്. വർണ്ണരാജികൾ, നമ്മുടെ റെയിൻബോ, മഴവില്ല് കാണപ്പെടുന്നത് എവിടെയാ? അന്തരീക്ഷത്തിലാണ്. ഇങ്ങനെയുള്ള എല്ലാ പ്രതിഭാസങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നത് അന്തരീക്ഷമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ പ്രതിഭാസങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നത് അന്തരീക്ഷമാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അന്തരീക്ഷത്തെ കുറിച്ച് വിശദമായിട്ട് പഠിക്കണം. ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? അന്തരീക്ഷ വായുവിലുള്ള ഘടകങ്ങളെ കുറിച്ച് പഠിക്കാം. അന്തരീക്ഷ വായുവിലുള്ള
ഘടകങ്ങൾ. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നമ്മുടെ സ്പീഡൊക്കെ ഓക്കെ ആണോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്പീഡാണോ? ഞാൻ ആ ഒരു ക്ലാസിന്റെ എനർജിയിൽ എടുക്കുമ്പോൾ കുറച്ച് സ്പീഡൊക്കെ കൂടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ ആണോ? കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്, ഓക്കെ ആണ് അല്ലേ? ഓക്കെ, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞത് അന്തരീക്ഷ വായു എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരുപാട് ഘടകങ്ങൾ കൂടിയതാണ് അന്തരീക്ഷ വായു. ആ അന്തരീക്ഷ വായുവിലുള്ള ഘടകങ്ങൾ ഏതൊക്കെയാ അന്തരീക്ഷ വായുവിലുള്ള ഘടകങ്ങള്? അന്തരീക്ഷ വായുവിലുള്ള ഘടകങ്ങൾ നൈട്രജൻ ഉണ്ട്. ഏറ്റവും കൂടുതലുള്ള ഘടകം ഏതാ? നൈട്രജൻ ആണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. 78% കേട്ടോ. നോട്ട് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ് ഇത്. എനിക്ക് തോന്നുന്നത് 2018 കാറ്ററ്റിൽ ചോദിച്ചതാണ്. ഇത് എങ്ങനെ ചോദിച്ചത് അറിയോ? EVS ഒരു ചോദ്യം വന്നു. ഒരു പൈ ഡയഗ്രം തന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അതിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്തു? പൈ ഡയഗ്രം തന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഷെയ്ഡ് ചെയ്ത ഭാഗം അന്തരീക്ഷ വായുവിലെ ഏത് ഘടകമാണ്? ഇങ്ങനെയാണ് ചോദ്യം വന്നത്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കണ്ടോ പൈ ഡയഗ്രം? ഈ പൈ ഡയഗ്രത്തിൽ 3-4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, 3-4 ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഡാറ്റയുടെ വാല്യൂ പോലും കൊടുത്തിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തു? ഇങ്ങനെ ഷെയ്ഡ് ചെയ്തു ഒരു ഭാഗം. എന്നിട്ട് ചോദിച്ചു അന്തരീക്ഷ വായുവിലുള്ള ഘടകം ഷെയ്ഡ് ചെയ്തതിൽ ഏതാണ്? അപ്പൊ നമുക്ക് കോമൺലി ചിന്തിച്ചാൽ കിട്ടും. ഈ ഒരു ഗ്രാഫിന്റെ ഈ ഒരു പൈ ഡയഗ്രത്തിന്റെ മോസ്റ്റ് ഭാഗം കവർ ചെയ്തിട്ടുണ്ട്, ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതെന്തായിരിക്കും? നൈട്രജൻ ആയിരിക്കും. അപ്പൊ അന്തരീക്ഷ വായുവിൽ 78% എന്തുണ്ട്? നൈട്രജൻ ഉണ്ട്. മോസ്റ്റ് കണ്ടന്റ് ഏതാണ്? നൈട്രജൻ ആണ്. രണ്ടാമതുള്ളത് ഏതാ? അന്തരീക്ഷ വായുവിൽ രണ്ടാമതുള്ളത് ഏതാ? അതാണ് ഓക്സിജൻ. എത്ര ശതമാനം? 20.95%. 20.95% എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. 20.95% ഓക്സിജൻ ഉണ്ട്. ഓക്കെ. ഇനി മൂന്നാമതുള്ളത് ഏതാ? മൂന്നാമതുള്ള ഘടകം ഏതാ? ആർഗൺ ആണ്. മൂന്നാമതുള്ള ഘടകം ആർഗൺ ആണ്. ആർഗൺ എന്ന് പറയുന്നത് 0.9% ആണുള്ളത്. 0.9%. നാലാമതുള്ളത് ഏതാ? നാലാമതുള്ള ഘടകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. CO2. എത്ര ശതമാനം? CO2 0.038. അത്രയും കുറഞ്ഞ അളവിലാ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളൂ, ആണല്ലോ. അപ്പൊ ഏറ്റവും കുറവുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവ എന്ന് പറയുന്നത് ഏതാ? 0.32. ആ മറ്റുള്ളവയിൽ വരുന്നത് ഏതൊക്കെയാ? നമ്മുടെ വാട്ടർ വേപ്പർ ഉണ്ടല്ലോ, വാട്ടർ വേപ്പർ അഥവാ നീരാവിയൊക്കെ ഉൾപ്പെടുന്നത് മറ്റുള്ളവ എന്ന് പറയുന്ന ഘടകത്തിലാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, അന്തരീക്ഷ വായു ഘടകത്തിൽ എന്തൊക്കെയാ ഏറ്റവും കൂടുതലുള്ളത്? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിനൊരു കോഡ് വേണോ? ഇത് പഠിക്കാൻ, ഈ ഒരു ഓർഡർ പഠിക്കാൻ ഒരു കോഡ് നമുക്ക് നോക്കാം. എന്താ പറയാ? നോ എ സി എന്ന് നോക്കാം. നോ എ സി എന്ന് പഠിച്ചാൽ തന്നെ എന്ത് ചെയ്തു? ആ ഒരു ഓർഡർ കിട്ടി. ഫസ്റ്റ് ഏതാ? നൈട്രജൻ ആണ്. രണ്ടാമത്തേത് ഏതാ? ഓക്സിജൻ ആണ്. മൂന്നാമത്തേത് ഏതാ? ആർഗൺ ആണ്. ഏറ്റവും അവസാനം ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്. ആ ഒരു ഓർഡർ നിങ്ങൾക്ക് കിട്ടിയാലോ? നോ എ സി എന്ന് കോഡ് നിങ്ങൾ പഠിച്ചോ? നോ എ സി. നൈട്രജൻ 78.08%. അടുത്തത് ഓക്സിജൻ എന്ന് പറയുന്നത് എത്രയാ? 20.95%. മൂന്നാമത്തെ ഘടകം ആർഗൺ 0.9%. നാലാമത്തെ ഘടകം കാർബൺ ഡൈ ഓക്സൈഡ് 0.038%. അടുത്തതാണ് മറ്റുള്ളവ. അതേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാട്ടർ വേപ്പർ എല്ലാം അതിൽ വരുന്നു. നീരാവി, ജലബാഷ്പം എത്രയാ? 0.032%. ഈ ഒരു ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങൾ അതുപോലെ നിങ്ങൾ നോട്ട് ചെയ്യണം. കാരണം ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രീവിയസ് ചോദ്യമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു 2018 പൈ ഡയഗ്രം ആയിട്ട് ചോദിച്ചു. ഇനി അല്ലാതെയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം ഏതാണ്? അതുപോലെ തന്നെ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള അന്തരീക്ഷ വായുവിലുള്ള ഘടകങ്ങളിൽ കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. അപ്പൊ അവിടെ എന്തറിയണം? നമ്മൾ പറഞ്ഞ നോ എ സി എന്ന് പറയുന്ന കോഡ് അറിയണം. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കോഡ് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അന്തരീക്ഷ വായുവിലുള്ള ഘടകങ്ങളെ നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? സ്ലൈഡ് ക്ലിയർ ആണോ? കൃത്യമായിട്ട് നോട്ട് ചെയ്തോ?
യെസ്, നോട്ട് ചെയ്തു. ഓക്കെ, അപ്പോ നമ്മുടെ ആ ഒരു കേട്ടഡ് ബാച്ച് ഒരിക്കൽ കൂടെ പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഫ്രീ ക്ലാസ്സുകളിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ട് മുഴുവൻ കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. നമുക്ക് അങ്ങനെ സിലബസ് തീർക്കാനും കഴിയൂല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ലൈവ് ആയിക്കൊണ്ട് എല്ലാ ക്ലാസ്സുകളും ലൈവ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു രീതിയിൽ പ്രസന്റേഷൻ ഒക്കെ വെച്ച് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് 5 വിഷയങ്ങളും സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഏറ്റവും നല്ല അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകും. അതോടൊപ്പം നിങ്ങൾക്ക് ആ ലൈവ് ക്ലാസ്സുകൾ മിസ്സാവുകയാണെങ്കിൽ റെക്കോർഡായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കും. അപ്പോൾ ഈ ഒരു അതുപോലെ ഓരോ ക്ലാസ്സിന്റെയും ഇതുപോലെയുള്ള PDF നോട്ടുകൾ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ ഉടനെ PDF നോട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാനും പഠിക്കാനൊക്കെ ഒരുപാട് സഹായകമായിരിക്കും എന്നുള്ളത് പറയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ക്രാഷ് കോഴ്സ് ഒരിക്കൽ കൂടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയാണ്, ആ ഒരു ക്രാഷ് കോഴ്സ് കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 90, 100, 120 മാർക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. കാരണം നമ്മുടെ കഴിഞ്ഞ ബാച്ചിൽ 130 മുകളിൽ മാർക്ക് കിട്ടിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു. 150-ൽ 130 മാർക്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥി നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരുന്നു. 130 മുകളിൽ മാർക്ക് കിട്ടിയ വിദ്യാർത്ഥി. 120 മുകളിൽ മാർക്ക് കിട്ടിയ 5 വിദ്യാർത്ഥികളും നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 120 മാർക്കിലേക്ക് അവർ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ദൃഢനിശ്ചയവും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിന്റെയും അതുപോലെ നമ്മുടെ ക്രാഷ് കോഴ്സിന്റെയും ആ ഒരു എഫേർട്ട് കൊണ്ട് മാത്രമാണ്. അതുപോലെ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കിട്ടും. പഠിക്കാനുള്ള എല്ലാ സംഭവങ്ങളും, സ്റ്റഡി മെറ്റീരിയൽസും ലൈവ് ക്ലാസ്സുകളും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും എല്ലാം നിങ്ങൾക്ക് എവിടെ കിട്ടും? ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഈ ഒരു ബാച്ചിന്റെ ഫീ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഏറ്റവും കുറഞ്ഞ ഫീല് നിങ്ങൾക്ക് ഈ ഒരു ലൈവ് ക്ലാസ് നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടില്ല. നമ്മൾ 1500 രൂപക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ ഫീയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ എവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ അന്വേഷിച്ചാലും നിങ്ങൾ 3000-വും 4000-വും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഫീ വരിക. 3000 മുതൽ 10000 വരെ ഫീ വാങ്ങുന്ന അക്കാദമികൾ എന്ത് ചെയ്യാം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ലൈവ് ക്ലാസ് കിട്ടുന്നതിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും നല്ല ക്ലാസ്സുകൾ നമ്മളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ അഡ്മിഷൻ എടുക്കാം. പിന്നെ ക്രാഷ് കോഴ്സിന്റെ കാര്യം, നിങ്ങൾ ഏത് അക്കാദമിയിലും എവിടെ പോയി നിങ്ങൾ അഡ്മിഷൻ എടുത്താലും നിങ്ങൾക്ക് ഇത്തരം ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല. ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് കോഴ്സ് ആയിട്ട്, എത്ര വലിയ അക്കാദമി ആയാലും ക്രാഷ് കോഴ്സ് എന്നുള്ളത് മറ്റൊരു ബാച്ച് ആയിട്ട് അവർ ഔട്ട് ചെയ്ത് ആ രീതിയിലാണ് ഉണ്ടായിരിക്കുക. പക്ഷെ നിങ്ങൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 1000 രൂപ ഫീ വരുന്ന ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ലഭിക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അന്തരീക്ഷ പാളികളാണ്. അന്തരീക്ഷ പാളികൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. അതുപോലെ അന്തരീക്ഷ പാളികൾ മാത്രമല്ല, നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥയും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അഡ്മിഷൻ എടുക്കണമെങ്കിൽ 8590672089 ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ അഡ്മിഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. 8590672089. താങ്ക് യു.